ഹായ്ഡാ, എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ പേര് ഷഫീഖ്. നമ്മൾ ഇന്ന് 5 AM ക്ലബ്ബിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൊതുജനാരോഗ്യം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട മേഖലയാണ്. ഓക്കെ, ആരോഗ്യം എല്ലാവരുടെയും ആവശ്യമാണ്. അത് ശാരീരിക ആരോഗ്യവും ആണെങ്കിലും അതൊരു മാനസിക ആരോഗ്യമാണെങ്കിലും എല്ലാവരും ആ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. നോക്കാം, നമുക്ക് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാക്സിനേഷനെ കുറിച്ചാണ്. എന്താണ് വളരെ വാക്സിനേഷൻ എന്ന് പറയുന്നത്? രോഗം വരുന്നതിന് മുന്നേ അതിനെതിരെ പ്രതിരോധം നേടിയെടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? രോഗപ്രതിരോധവൽക്കരണം എന്ന് പറയുന്നത്. ഉറപ്പാണ്, നമ്മൾ വളരുന്ന സമയത്ത് നമുക്കെതിരെ അറ്റാക്ക് വരാൻ സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കി നമ്മൾ കരാട്ട, കുംഫു, ജൂഡോ, ബോഡോ, ബോക്സിംഗ് ഒക്കെ പഠിച്ചു വെക്കൂലേ? അങ്ങനെ പഠിച്ചു വെച്ചാൽ ഗുണം എന്താ? നമ്മൾ കോളേജിൽ പോകുമ്പോൾ നമ്മൾ റാഗ് ചെയ്യാൻ അവൻ വന്നാൽ നമ്മൾ അവനെ ഡിഷുമാക്കാം അല്ലേ? അപ്പം നേരത്തെ നമ്മൾ എനിക്ക് ഉറപ്പായിട്ട് നാളെ ഒരു പണി കിട്ടുമെന്ന് മനസ്സിലാക്കി നമ്മളെ തയ്യാറാകുന്നില്ലേ? അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വാക്സിനേഷൻ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണോ? രോഗം വരുന്നതിന് മുൻപേ ഒരു രോഗത്തിൻ്റെ രോഗകാരിയുടെ ജീവനുള്ളതോ ജീവനില്ലാത്തതോ ആയ കോശങ്ങളോ അതിൻ്റെ നിർവീര്യമാക്കപ്പെട്ട ടോക്സിനുകളോ അതിൻ്റെ കോശശരീര ഭാഗങ്ങളെയോ കുത്തിവെച്ച് പ്രതിരോധം നേടിയെടുക്കുന്ന രീതിയെ വിളിക്കുന്ന പേരാണ് വാക്സിനേഷൻ എന്ന് പറയുന്നത്. എന്താണടാ വാക്സിനേഷൻ? വ്യക്തമായിട്ട് പറഞ്ഞാൽ, രോഗം വരുന്നതിനു മുന്നേ ആ രോഗത്തിൻ്റെ രോഗാണുവിൻ്റെ ജീവനുള്ളതോ ഇനി ജീവനില്ലാത്തതോ ആയ കോശഭാഗമോ അല്ലെങ്കിൽ നിർവീര്യമാക്കപ്പെട്ട ടോക്സിനുകളോ അതിൻ്റെ കോശ ശരീരത്തിലെ ഏതെങ്കിലും ഭാഗത്തെയോ കുത്തിവെച്ച് നമ്മൾ നേരത്തെ നേടിയെടുക്കുന്ന പ്രതിരോധമാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? വാക്സിനേഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ഇനി നോക്കടാ, ഒരു ജനറൽ പോയിന്റ് പറയുകയാണെ. ബയോളജിക്കൽ നാമങ്ങൾ ലാറ്റിൻ പദത്തിൽ നിന്നാണ് സാധാരണ ഉത്ഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ വാക്ക എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് വാക്സിൻ എന്ന പേര് വന്നത്. വാക്ക എന്ന ലാറ്റിൻ പദത്തിന്റെ അർത്ഥം എന്താണടാ? പശു അല്ലേ? അപ്പൊ വാക്ക എന്ന ലാറ്റിൻ പദത്തിന്റെ അർത്ഥം എന്താണടാ? പശു എന്നാണ് അർത്ഥം. വാക്ക എന്ന ലാറ്റിൻ പദത്തിന്റെ അർത്ഥം പശു. ആ വാക്കിൽ നിന്നാണ് വാക്സിനേഷൻ എന്ന് പറയുന്ന ഒരു ടേം രൂപം കൊണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത്. ലോകത്തിൽ ആദ്യമായി കണ്ടെത്തിയ വാക്സിനാണ് ഗോവസൂരി വാക്സിൻ അല്ലെങ്കിൽ കൗപോക്സ് വാക്സിൻ എന്ന് പറയുന്നത്. ലോകത്തിൽ ആദ്യമായി കണ്ടെത്തിയ വാക്സിനാണ് ഗോവസൂരി വാക്സിൻ അല്ലെങ്കിൽ കൗപോക്സ് വാക്സിൻ. ഗോവസൂരി വാക്സിൻ കണ്ടെത്തിയ വ്യക്തിയുടെ പേരാണ് എഡ്വേർഡ് ജെന്നർ എന്ന് പറയുന്നത്. ഗോവസൂരി വാക്സിൻ കണ്ടെത്തിയ വ്യക്തി ആരാണ്? എഡ്വേർഡ് ജെന്നർ. രോഗപ്രതിരോധ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആര്? അതും എഡ്വേർഡ് ജെന്നർ. അപ്പോ രോഗപ്രതിരോധ ശാസ്ത്രത്തിന്റെ പിതാവ് ആരാടാ? എഡ്വേർഡ് ജെന്നർ ആണ്. ഗോവസൂരി വാക്സിൻ കണ്ടെത്തിയത് ആരാണ്? എഡ്വേർഡ് ജെന്നർ ആണ്. മറക്കണ്ട, ഗോവസൂരി വാക്സിൻ കണ്ടെത്തിയത് എഡ്വേർഡ് ജെന്നർ ആണ്. രോഗപ്രതിരോധ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും എഡ്വേർഡ് ജെന്നർ ആണ്. മറക്കണ്ട. നോക്കാം നമുക്കടുത്ത്. വാക്സിനേഷനിലൂടെ ലോകത്ത് നിന്നും നീക്കം ചെയ്യപ്പെട്ട ആദ്യത്തെ രോഗം ഏത് എന്ന് ചോദിച്ചാൽ സ്മാൾ പോക്സ് അല്ലെങ്കിൽ വസൂരിയാണ്. മറക്കണ്ട. വാക്സിനേഷനിലൂടെ ലോകത്ത് നിന്നും നീക്കം ചെയ്യപ്പെട്ട ആദ്യത്തെ രോഗം ഏതാണ് എന്ന് ചോദിച്ചാൽ അവിടുത്തെ ഉത്തരം എന്താണടാ? വസൂരി അല്ലെങ്കിൽ സ്മാൾ പോക്സ് ആണ്. 1980 വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ വസൂരി വിമുക്തമായിട്ട് പ്രഖ്യാപിച്ചത്. വസൂരിയുടെ അവസാനത്തെ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 1977 സൊമാലിയയിലാണ്. ഒന്ന് ശ്രദ്ധിക്കണേ, ഞാൻ 3 വർഷം പറയും, ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കോ. 1975, 1977, 1980. ഓക്കെ, വസൂരി ഇന്ത്യയിൽ നിന്നും തുടച്ചു നീക്കം അല്ലെങ്കിൽ ഇന്ത്യയിൽ അവസാനം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 1975. വസൂരി ലോകത്തിൽ അവസാനം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 1977. എവിടെ? സൊമാലിയ. വസൂരി നീക്കം ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ വസൂരി ഇറാഡിക്കേഷൻ ആയി എന്ന് ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ച വർഷം 1980. മറക്കരുത്. 1975 ഇന്ത്യയിൽ നിന്നും വസൂരി അവസാനം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. 1977 ലോകത്ത് നിന്നും അവസാനം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. സ്ഥലം സൊമാലിയ. 1980 വസൂരി ലോകത്ത് നിന്നും നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടു എന്ന് ഐക്യരാഷ്ട്രസഭ ഔദ്യോഗികമായി അംഗീകരിച്ചത് 1980 എന്ന് മറക്കണ്ട. ഈ 3 വർഷം സെറ്റാക്കി ഓർത്തു വെച്ചോ. വസൂരി വാക്സിനിൽ ഉപയോഗിക്കുന്ന വൈറസ് ഏത് എന്ന് ചോദിച്ചാൽ വാക്സീനിയ വൈറസ് ആണ്.
വസൂരി വാക്സിനിൽ ഉപയോഗിക്കുന്ന വൈറസ് ഏത് എന്ന് ചോദിച്ചാൽ അത് വാക്സീനിയ വൈറസ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഗോവസൂരി വാക്സിനുമായിട്ട് വളരെയധികം സാമ്യമുള്ള ഒരു വാക്സിനാണ് വാക്സീനിയ വൈറസ് എന്ന് ഒരു വൈറസാണ് വാക്സീനിയ വൈറസ് എന്ന് പറയുന്നത് കേട്ടോ. എങ്ങനെ? നമ്മുടെ ഈ പറയുന്ന വസൂരിയുമായി ബന്ധപ്പെട്ട ഗോവസൂരി ഉണ്ടല്ലോ, ഗോവസൂരിയുടെ വൈറസ് ഉണ്ട്. ആ വൈറസുമായിട്ട് നല്ല സാമ്യമുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി പോലെ തോന്നിക്കുന്ന ഒരു വൈറസാണ് വാക്സീനിയ വൈറസ്. ആ വാക്സീനിയ വൈറസാണ് വസൂരി വാക്സിൻ്റെ നിർമ്മാണത്തിനായിട്ട് ഉപയോഗിച്ചത് എന്നത് മറക്കണ്ട. അപ്പോൾ വസൂരി വാക്സിനിൽ ഉപയോഗിക്കുന്ന വൈറസ് വാക്സീനിയ വൈറസ്, വസൂരി വാക്സിനിൽ ഉപയോഗിക്കുന്ന വൈറസ് വാക്സീനിയ വൈറസ്. ക്ലിയർ ആണോ? കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചോ. 3 വർഷം നമ്മൾ പറഞ്ഞു. 1975 ഇന്ത്യയിൽ അവസാനമായി വസൂരി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. 1977 ലോകത്തിൽ നിന്നും അവസാനം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു സ്ഥലം സൊമാലിയ. എന്നാൽ ലോകത്തിൽ നിന്നും വസൂരി നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടു എന്ന് ലോകാരോഗ്യ സംഘടന റിപ്പോർട്ട് ചെയ്യപ്പോൾ അല്ലെങ്കിൽ ലോകാരോഗ്യ അംഗീകരിച്ച അല്ലെങ്കിൽ ലോകരാഷ്ട്രങ്ങളെല്ലാം ചേർന്ന് ഒപ്പുവെച്ച വർഷം 1980 എന്ന് മനസ്സിലാക്കുക. ക്ലിയർ ആണോ? അവിടെ ഒരു 2 കാര്യം പറഞ്ഞുതരാം. 1978 1979 ആദ്യവും ലബോറട്ടറികളിലെ ചില അപകടങ്ങൾ കാരണം 2 വ്യക്തികൾ മരിക്കാൻ ഇടയായി. പക്ഷെ അത് സ്വാഭാവിക മരണമല്ല, അത് ലബോറട്ടറി പരീക്ഷണത്തിൻ്റെ ഇടയ്ക്ക് സംഭവിച്ചതാണ്. അതുകൊണ്ട് അതിവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നേ ഉള്ളൂ കേട്ടോ. ആ ഒരു കാര്യം കൂടെ ഉണ്ട്, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി. ചരിത്രം പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് BCG വാക്സിനാണ്. BCG വാക്സിൻ എന്ന് പറഞ്ഞാൽ ബാസിലസ് കാൽമിറ്റി ഗ്യൂവിൻ എന്നാണ് BCGയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. BCGയുടെ ഫുൾ ഫോം എന്താണ്? ബാസിലസ് കാൽമിറ്റിയു ഗ്യൂറിൻ. ബാസിലസ് എന്ന് പറയുന്നത് ബാക്ടീരിയയുടെ ഒരു പേരാണ്. കാൽമിറ്റി എന്ന് പറയുന്ന ഗ്യൂറിൻ എന്ന് പറയുന്ന 2 വ്യക്തികൾ ചേർന്നിട്ടാണ് ഈ വൈറസ് ഈ പറയുന്ന വാക്സിനെ കണ്ടെത്തിയത്. അതുകൊണ്ടാണ് ഈ വാക്സിൻ്റെ പേര് BCG. ബാസിലസ് എന്ന് പറയുന്നത് ബാക്ടീരിയയുടെ ആകൃതിക്കനുസരിച്ചുള്ള പേരാണ്. റോഡ് ഷേപ്പിലുള്ള ബാക്ടീരിയകളെ വിളിക്കുന്ന പേരാണ് ബാസിലസ് എന്ന് പറയുന്നത്. അതുപോലെ കാൽമിറ്റി എന്നും ഗ്യൂവിൻ എന്നും പറയുന്ന 2 വ്യക്തികളാണ് ഇത് കണ്ടെത്തിയത്. അതുകൊണ്ട് BCGയുടെ ഫുൾ ഫോം ബാസിലസ് കാൽമിറ്റി ഗ്യൂവിൻ എന്ന് വിളിക്കാം. കുഞ്ഞുങ്ങൾക്ക് ആദ്യം നൽകുന്ന വാക്സിനാണ് BCG വാക്സിൻ എന്ന് പറയുന്നത്. ജനിച്ച ഉടനെ കുട്ടികൾക്ക് നൽകുന്ന വാക്സിൻ ഏത് എന്ന് ചോദിച്ചാൽ അവിടെ നമുക്ക് പറയാം BCG എന്ന് പറയുന്ന വാക്സിനാണ്. ജനിച്ച ഉടൻ കുട്ടികൾക്ക് കൊടുക്കുന്ന വാക്സിൻ ഏതാണ്? BCG എന്ന് പറയുന്ന വാക്സിനാണ്. ഇനി അതുപോലെ സാധാരണ കുഞ്ഞുങ്ങൾക്ക് ആശുപത്രിയിൽ നിന്നൊക്കെ ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുന്നേ എന്ത് കൊടുക്കാറുണ്ട്? BCG വാക്സിൻ കൊടുക്കാറുണ്ട്. മേ ബി മഞ്ഞപ്പിത്തം പോലുള്ള അസുഖങ്ങൾ വന്നില്ലെങ്കിൽ ഉടൻ തന്നെ കൊടുക്കാറുണ്ട്. അങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകൾ വന്നാൽ മേ ബി ഒരുപക്ഷെ ഇച്ചിരി നീണ്ടുപോകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം ഒരല്പം നീണ്ടു മാത്രമേ ഉള്ളൂ. ഈ BCG വാക്സിൻ എന്തിനാണ് കൊടുക്കുന്നത്? അത് ക്ഷയരോഗത്തിനെതിരെ കൊടുക്കുന്ന വാക്സിനാണ്. ക്ഷയത്തിനെതിരെ, ട്യൂബർകുലോസിസ് എന്ന് വിളിക്കുന്ന TBക്കെതിരെ കൊടുക്കുന്ന വാക്സിൻ്റെ പേരാണ് BCG എന്ന് പറയുന്നത്. TBക്കെതിരെ ഉപയോഗിക്കുന്ന വാക്സിൻ്റെ പേരാണ് BCG വാക്സിൻ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ബാക്ടീരിയ ഏത്? മൈക്കോബാക്ടീരിയം ബോവിസ്. BCG അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ക്ഷയരോഗത്തിന് കാരണമായ ബാക്ടീരിയയുടെ പേര് ചോദിച്ചാൽ മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്നാണ് കേട്ടോ. ക്ഷയരോഗത്തിന് കാരണമാകുന്ന ബാക്ടീരിയയുടെ പേര് മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്നാണ്. എന്നാൽ BCG വാക്സിൻ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ബാക്ടീരിയയുടെ പേര് മൈക്കോബാക്ടീരിയം ബോവിസ് എന്നാണ്. BCG വാക്സിൻ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ബാക്ടീരിയയുടെ പേര് മൈക്കോബാക്ടീരിയം ബോവിസ് എന്നാണ്. BCG വാക്സിൻ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ബാക്ടീരിയയുടെ പേര് മൈക്കോബാക്ടീരിയം ബോവിസ് എന്നാണ്. മനുഷ്യരിൽ ട്യൂബർകുലോസിന് കാരണമാകുന്ന ബാക്ടീരിയയുടെ പേര് മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്നാണ്. BCGയുടെ ഫുൾ ഫോം ചോദിച്ചാൽ കാൽമിറ്റിയു ഗുവിൻ എന്നാണ്. ബാസിലസ് കാൽമിറ്റിയു ഗുവിൻ, ബാസിലസ് കാൽമിറ്റിയു ഗുവിൻ. കാൽമിറ്റു എന്നും ഗ്യൂവിൻ എന്നും പറയുന്ന 2 പേരാണ് BCG കണ്ടെത്തിയത്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന DPT എന്ന് പറയുന്ന ഒരു വാക്സിൻ, 3 അസുഖങ്ങൾക്ക് ഒരുമിച്ച് കൊടുക്കുന്ന ഒരു വാക്സിനാണ് DPT. അതുകൊണ്ട് ട്രിപ്പിൾ വാക്സിൻ എന്നൊരു വിശേഷണം BCGക്കുണ്ട്. അപ്പോൾ DPTക്കുണ്ട്. DPT എന്താണ്? ട്രിപ്പിൾ വാക്സിൻ എന്നറിയപ്പെടുന്നതാണ് DPT. D ഫോർ ഡിഫ്തീരിയ അല്ലെങ്കിൽ തൊണ്ടമുള്ളെന്നറിയപ്പെടുന്നു. P ഫോർ പെർട്ടുസിസ് അല്ലെങ്കിൽ വില്ലൻ ചുമ. അതുപോലെ T ഫോർ ടെറ്റനസ്. അപ്പോൾ ഡിഫ്തീരിയ, പെർട്ടുസിസ്, ടെറ്റനസ്. ഡിഫ്തീരിയ അല്ലെങ്കിൽ തൊണ്ടമുള്ളെന്നറിയപ്പെടുന്നു. പെർട്ടുസിസിനെ നമുക്ക് വില്ലൻ ചുമ എന്ന് വിളിക്കാം. അതുപോലെ ടെറ്റനസിന് മറ്റൊരു പേരുണ്ട്, ലോക്ക് ജോ എന്നറിയപ്പെടുന്ന അസുഖം. ലോക്ക് ജോ എന്നറിയപ്പെടുന്ന അസുഖം ഏത്?
അത് ടെറ്റനസ് ആണ്. അപ്പോൾ ട്രിപ്പിൾ വാക്സിൻ എന്നറിയപ്പെടുന്നത് BCG ആണ്. 3 രോഗങ്ങളെ തടുക്കാനാണ് BCG വാക്സിൻ കൊടുക്കുന്നത്. ആദ്യത്തെ D എന്ന് പറഞ്ഞാൽ ഡിഫ്തീരിയ അല്ലെങ്കിൽ തൊണ്ടമുള്ള്. രണ്ടാമത് P എന്ന് പറഞ്ഞാൽ പെർട്ടുസിസ് അല്ലെങ്കിൽ ഊഫിംഗ് കഫ് അല്ലെങ്കിൽ വില്ലൻ ചുമ. മൂന്നാമത്തത് ടെറ്റനസ്. ടെറ്റനസിന്റെ മറ്റൊരു പേരാണ് ലോക്ക് ജോ എന്നറിയപ്പെടുന്നു. ലോക്ക് ജോ എന്നറിയപ്പെടുന്ന അസുഖമാണ്. പെർട്ടുസിസ് അല്ലെങ്കിൽ വില്ലൻ ചുമയ്ക്ക് മറ്റൊരു പേര് പറയാം, 100 ഡേ കഫ് എന്നറിയപ്പെടുന്ന അസുഖം പെർട്ടുസിസ് ആണ്. 100 ഡേ കഫ്, 100 ദിവസത്തെ ചുമ. 100 ഡേ കഫ് എന്നറിയപ്പെടുന്നത് പെർട്ടുസിസ് ആണ്. ലോക്ക് ജോ എന്നറിയപ്പെടുന്നത് ടെറ്റനസ് ആണ്. തൊണ്ടമുള്ളെന്നറിയപ്പെടുന്നത് ഡിഫ്തീരിയയാണ്. അപ്പോൾ ഡിഫ്തീരിയ, പെർട്ടുസിസ്, ടെറ്റനസ് എന്നിവയ്ക്കുള്ള വാക്സിൻ്റെ പേരാണ് DPT. അങ്ങനെയെങ്കിൽ അടുത്തൊരു ചോദ്യം, TD വാക്സിൻ ഏതൊക്കെ അസുഖങ്ങൾക്ക് കൊടുക്കുന്ന വാക്സിനാണ്? TD വാക്സിൻ ഏതൊക്കെ അസുഖങ്ങൾക്ക് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, ടെറ്റനസും അതുപോലെ ഡിഫ്തീരിയയ്ക്കും കൊടുക്കുന്ന വാക്സിൻ്റെ പേരാണ് TD വാക്സിൻ എന്ന് പറയുന്നത്. TD വാക്സിൻ അല്ലെങ്കിൽ DT വാക്സിൻ, 2 ടേമും ഉണ്ട് കേട്ടോ, തിരിച്ചും മറിച്ചും പറയാം. TD വാക്സിൻ അല്ലെങ്കിൽ DT വാക്സിൻ എന്ന് പറയുന്നത് ഒരിക്കൽ DPT കൊടുത്ത ഒരാൾക്ക് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും കൊടുക്കുന്ന വാക്സിനാണ് TD വാക്സിൻ എന്ന് പറയുന്നത്. DPT കുട്ടിക്കാലത്ത് കുട്ടികൾക്ക് കൊടുത്തതിന് ശേഷം പിന്നീട് ഒരു ഇമ്മ്യൂണിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റിയെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന വാക്സിൻ്റെ പേരാണ് TD വാക്സിൻ എന്ന് പറയുന്നത്. TD എന്ന് പറയുന്നത് ടെറ്റനസും ഡിഫ്തീരിയുമാണ് എന്നുള്ളത് മറക്കണ്ട. കൃത്യമായിട്ട് കിട്ടിയോടാ? പോയിന്റ് കിട്ടിയോ? അടുത്ത് നോക്കടാ, MMR വാക്സിൻ. MMR എന്ന് പറയുന്നതും മറ്റൊരു ട്രിപ്പിൾ വാക്സിനാണ് കേട്ടോ. MMR എന്ന് പറയുന്നതും മറ്റൊരു ട്രിപ്പിൾ വാക്സിനാണ്. MMRൻ്റെ ആദ്യത്തെ M എന്ന് പറഞ്ഞാൽ മംസ്, അടുത്ത M എന്ന് പറഞ്ഞാൽ മീസിൽസ്, അടുത്ത R എന്ന് പറഞ്ഞാൽ റൂബല്ല. അപ്പം MMR ഏതൊക്കെ അസുഖങ്ങൾക്കാണ് കൊടുക്കുന്നത്? മംസ് അല്ലെങ്കിൽ മുണ്ടിനീര്, മീസിൽസ് അല്ലെങ്കിൽ 5ാം പനി. മീസിൽസിന് നമുക്ക് മറ്റൊരു പേര് പറയാം, 5ാം പനി. റൂബല്ല അല്ലെങ്കിൽ ജർമ്മൻ മീസിൽസ്. ഇങ്ങനെ 3 അസുഖങ്ങൾക്ക് കൊടുക്കുന്ന വേറൊരു ട്രിപ്പിൾ വാക്സിൻ്റെ പേരാണ് MMR എന്ന് പറയുന്നത്. അപ്പോൾ MMR ഏതൊക്കെ അസുഖങ്ങൾക്കാണ്? മംസ് അല്ലെങ്കിൽ മുണ്ടുനീര്, മീസിൽസ് അല്ലെങ്കിൽ 5ാം പനി, റൂബല്ല അല്ലെങ്കിൽ ജർമ്മൻ മീസിൽസ്. ഇങ്ങനെ 3 അസുഖങ്ങൾക്ക് ഒരുമിച്ച് കൊടുക്കുന്ന വാക്സിനാണ് MMR എന്ന് പറയുന്നത്. എന്നാൽ MMRൻ്റെ കൂടെ ഇപ്പോൾ ഒരെണ്ണം കൂടെ ചേർത്ത് ഇതിനൊരു ലേറ്റസ്റ്റ് വാക്സിനായിട്ടും കൊടുക്കുന്നുണ്ട്. MMR എന്ന് പറയുന്ന വാക്സിൻ്റെ കൂടെ ഒന്നിനെയും കൂടെ ചേർത്ത് VAയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. V4 എന്താണടാ? വെരിസെല്ല. വെരിസെല്ല എന്ന് പറഞ്ഞാൽ എന്ത്? ചിക്കൻ ബോക്സ് ഉണ്ടല്ലോ, ചിക്കൻ ബോക്സിൻ്റെ വാക്സിൻ്റെ പേരാണ് വെരിസെല്ല എന്ന് പറയുന്നത്. ചിക്കൻ ബോക്സിൻ്റെ വൈറസിൻ്റെ പേരെന്താ? വെരിസെല്ല സോസ്റ്റർ. സിസ്റ്റർ അല്ല, സോസ്റ്റർ. അത് പോട്ടെ, സോസ്റ്റർ ഇവിടെ. ചിക്കൻ ബോക്സിൻ്റെ വൈറസിൻ്റെ പേര്, ചിക്കൻ ബോക്സിൻ്റെ വാക്സിൻ്റെ പേരെല്ലാം വെരിസെല്ല. വെരി സിമ്പിൾ, വെരി സിമ്പിൾ. വെരിസെല്ല. വെരിയോള എന്ന് പറഞ്ഞാൽ വസൂരിയുടെ വൈറസിൻ്റെ പേരാണ്. വസൂരി അല്ലെങ്കിൽ സ്മാൾ പോക്സിൻ്റെ വൈറസിൻ്റെ പേരെന്ന് പറയുന്നത് വെരിയോള എന്ന് വിളിക്കുമ്പോൾ ചിക്കൻ ബോക്സിൻ്റെ വൈറസിൻ്റെ പേര് വെരിസെല്ല എന്ന് വിളിക്കാം. അപ്പോൾ MMR-V എന്ന് പറയുന്നത് ഏതൊക്കെ അസുഖങ്ങൾക്കുള്ള വാക്സിനാണെന്ന് ചോദിച്ചാൽ മംസ് ഉണ്ട്, മീസിൽസ് ഉണ്ട്, റൂബല്ല ഉണ്ട്, റൂബല്ല ഉണ്ട്, വെരിസെല്ല ഉണ്ട്. മംസ് അല്ലെങ്കിൽ മുണ്ടുനീര്, മീസിൽസ് അല്ലെങ്കിൽ 5ാം പനി, റൂബല്ല അല്ലെങ്കിൽ ജർമ്മൻ മീസിൽസ്, വാരിസെല്ല അല്ലെങ്കിൽ ചിക്കൻ ബോക്സ്. അപ്പം വെരിയോള എന്തിൻ്റെ വൈറസാണ്? അത് വസൂരി അല്ലെങ്കിൽ സ്മാൾ പോക്സിൻ്റെ വൈറസാണ്. വെരിസെല്ല എന്തിൻ്റെ വൈറസാണ്? അത് ചിക്കൻ ബോക്സിൻ്റെ വൈറസാണ്. ക്ലിയർ ആണോ? അപ്പം MMR-ഉം മറക്കണ്ട, MMR-Vയും മറക്കണ്ട. MMR-Vയിലെ V എന്ന് പറയുന്നത് അത് വെരിസെല്ലയാണ്. ക്ലിയർ ആണോ? പോയിന്റ് ക്ലിയർ ആണോ? നമ്മൾ പൊതുവേ പഠിക്കുമ്പോൾ MMR മാത്രം പഠിച്ചു വയ്ക്കാറാണ് പതിവ്. പക്ഷെ അങ്ങനെ ഓർക്കണം. അതുപോലെ പിന്നെയും ഇതിലെ ആദ്യത്തെ എമ്മിനെ ഒഴിവാക്കിയിട്ട് MR വാക്സിൻ എന്നും ചിലപ്പം പറഞ്ഞു ചോദിക്കാം. മീസിൽസ്, റൂബല്ല. മീസിൽസ്, റൂബല്ല എന്നിവ ഇന്ത്യയിൽ നിന്നും തുടച്ചു നീക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ വർഷം കൊണ്ട് ശ്രമിക്കുന്നുണ്ട്. നമ്മൾ 2020-ലും മറ്റും അതൊക്കെ തുടച്ചു നീക്കാൻ ശ്രമിച്ചെങ്കിലും കോവിഡ് ഒന്നും സംഭവം വന്നുകൊണ്ട് അതിന് കഴിഞ്ഞില്ല. അത് പിന്നെ 2023-ലോട്ട് ഷിഫ്റ്റാക്കി. പക്ഷേ കൂടുതൽ അപ്ഡേഷൻസ് ഒന്നും വന്നിട്ടില്ല. അപ്പം അതിങ്ങനെ അതിൻ്റെ ഒരു പ്രവൃത്തിയിലാണ് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് അല്ലെങ്കിൽ ഇന്ത്യയുടെ ആരോഗ്യ വകുപ്പ് എന്നുള്ളതും കൂടി നിങ്ങളും ജസ്റ്റ് മനസ്സിലാക്കി വെച്ചേക്കുക കേട്ടോ. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ MMR-V ഓക്കെ ആണല്ലോ. അപ്പോൾ ട്രിപ്പിൾ വാക്സിൻ എന്ന് പറയുന്ന MMR ഉണ്ട്,
അതിലൊരു വിയും കൂടെ ചേരുമ്പോൾ MMR V ആയി. ആ V4 വെരിസെല്ല ആണെന്നുള്ളതും കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ അവിടെ താരതമ്യ പഠനം വെച്ച് നോക്കുമ്പോൾ വെരിസെല്ല ചിക്കൻ പോക്സിൻ്റെ വൈറസും വെരിയോള വസൂരിയുടെ അല്ലെങ്കിൽ സ്മാൾ പോക്സിൻ്റെ വൈറസാണ് എന്നതും നമുക്ക് മനസ്സിലാവും. അടുത്തത് റാബീസ് വാക്സിൻ. പേവിഷബാധയ്ക്കെതിരെയുള്ള വാക്സിനാണ് റാബീസ് വാക്സിൻ എന്ന് പറയുന്നത്. അപ്പോൾ പേവിഷബാധയ്ക്കെതിരെയുള്ള വാക്സിൻ്റെ പേരാണ് റാബീസ് വാക്സിൻ എന്ന് പറയുന്നത്. ഈ റാബീസ് വാക്സിൻ കണ്ടെത്തിയത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് ലൂയി പാസ്റ്റർ എന്ന് പറയുന്ന വ്യക്തിയാണ് റാബീസ് വാക്സിൻ കണ്ടെത്തിയത്. അപ്പോൾ റാബീസ് വാക്സിൻ കണ്ടെത്തിയ വ്യക്തിയുടെ പേരാണ് ലൂയി പാസ്റ്റർ എന്ന് പറയുന്നത്. പേവിഷബാധയ്ക്കെതിരെയുള്ള വാക്സിൻ്റെ പേരാണ് റാബീസ് വാക്സിൻ എന്ന് പറയുന്നത്. ഈ ലൂയി പാസ്റ്ററിനെ കുറിച്ച് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് 3 തിയറിയിൽ നമുക്ക് ഇദ്ദേഹത്തെ ഉൾപ്പെടുത്താം. ഒന്നാമത്തത് ജെം തിയറി ഓഫ് ഡിസീസ്, രണ്ടാമത്തത് പാസ്റ്ററൈസേഷൻ തിയറി, മൂന്നാമത്തത് വാക്സിനേഷൻ തിയറി. വാക്സിനേഷൻ തിയറിയുടെ പിതാവ് എന്നറിയാം, അല്ലെങ്കിൽ വാക്സിനേഷൻ തിയറിയുടെ ഉപജ്ഞാതാവ് എന്നൊക്കെ ചോദിച്ചാൽ ലൂയി പാസ്റ്ററിനെ പറയാം. അപ്പോൾ റാബീസ് വാക്സിൻ കണ്ടെത്തിയത് ലൂയി പാസ്റ്ററാണ്. ജെം തിയറി ഓഫ് ഡിസീസിൻ്റെ ഉപജ്ഞാതാവ് ആര് എന്ന് ചോദിച്ചാൽ അത് ലൂയി പാസ്റ്റർ ആണെന്ന് പറയാം. അതായത് ജെം തിയറി ഓഫ് ഡിസീസ് എന്ന് പറഞ്ഞാൽ ചില സൂക്ഷ്മജീവികൾ രോഗങ്ങൾക്ക് കാരണമാകും എന്ന ആ ഒരു തിയറി, അതാണ് ജെം തിയറി ഓഫ് ഡിസീസ് എന്ന് പറയുന്നത്. അത് കൊണ്ടുവന്നത് ലൂയി പാസ്റ്ററാണ്. പാസ്റ്ററൈസേഷൻ തിയറി കൊണ്ടുവന്നത് ലൂയി പാസ്റ്ററാണ്. വാക്സിനേഷൻ തിയറി കൊണ്ടുവന്നത് ലൂയി പാസ്റ്ററാണ്. ജെം തിയറിയുടെ ഉപജ്ഞാതാവ്, പാസ്റ്ററേഷൻ തിയറിയുടെ ഉപജ്ഞാതാവ്, വാക്സിനേഷൻ തിയറിയുടെ ഉപജ്ഞാതാവ്, റാബീസ് വാക്സിനെ കണ്ടെത്തിയത്, ഇതൊക്കെ ആരാണ് എന്ന് ചോദിച്ചാൽ അവിടെ നമുക്ക് പറയാം ലൂയി പാസ്റ്റർ ആണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ലൂയി പാസ്റ്ററിന്റെ പോയിന്റുകൾ മറക്കരുത്. പേവിഷബാധയ്ക്കെതിരെയുള്ള റാബീസ് വാക്സിനെ കണ്ടെത്തി, ജെം തിയറിയാണ്, പാസ്റ്ററൈസേഷൻ തിയറി ഇയാളാണ്, വാക്സിനേഷൻ തിയറിയും ഇദ്ദേഹമാണ് എന്നുള്ളത് കൃത്യമായിട്ട് ഓർത്തു വച്ചേക്കുക. അടുത്തത് റോട്ട വൈറസ് അല്ലെങ്കിൽ റോട്ട വാക്സിൻ. ഡയേറിയ തടക്കാനായി കുട്ടികൾക്ക് കൊടുക്കുന്ന വാക്സിനാണ് റോട്ട വൈറസ് എന്ന് പറയുന്ന വാക്സിൻ. ശരിക്കും റോട്ട, ഇതിൻ്റെ വൈറസിൻ്റെ പേര് വേറെ ഒന്നുമില്ല, റോട്ട വൈറസ് എന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഡയേറിയ തടയാനായി കുട്ടികൾക്ക് നൽകുന്ന വാക്സിൻ്റെ പേരാണ് റോട്ട. അതായത് റോട്ട വൈറസിനെ നശിപ്പിക്കാനായിട്ട് കൊടുക്കുന്ന വാക്സിൻ്റെ പേര് റോട്ട വാക്സിൻ, അത്രയേ ഉള്ളൂ. അപ്പോൾ വൈറസിൻ്റെ പേരും വാക്സിൻ്റെ പേരും ശരി ഒന്ന് തന്നെയാണ് കേട്ടോ. വൈറസിൻ്റെ പേരും വാക്സിൻ്റെ പേരും ഒന്ന് തന്നെയാണ്. റോട്ട വൈറസ് കാരണം റോട്ട എന്ന അസുഖം ഉണ്ടാകാതിരിക്കാൻ നമ്മൾ കൊടുക്കുന്ന വാക്സിൻ്റെ പേര് റോട്ട വാക്സിൻ എന്നാണ്. ഇത് ഡയേറിയ തടയാൻ വേണ്ടിയിട്ടുള്ളതാണ്. റോട്ട വൈറസിൻ്റെ ഇൻക്യുബേഷൻ കാലയളവ് എന്ന് പറയുന്നത് സാധാരണ 1 മുതൽ 3 ദിവസമാണ്. അപ്പോൾ റോട്ട വൈറസിൻ്റെ ഇൻക്യുബേഷൻ കാലയളവ് എത്രയാണ് എന്ന് ചോദിച്ചാൽ 1 മുതൽ 3 ദിവസമാണ്. അപ്പോൾ റോട്ട വൈറസിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് 1 മുതൽ 3 ദിവസം വരെ. സ്വാഭാവികമായിട്ടും സംശയം വരാം, എന്താണ് ഇൻക്യുബേഷൻ കാലയളവ് എന്ന് പറയുന്നത്? വൈറസുമായി സമ്പർക്കം പുലർത്തി ആ ശരീരത്തിൽ രോഗലക്ഷണം പ്രത്യക്ഷപ്പെടുന്ന അതുവരെയുള്ള സമയത്ത് അല്ലെങ്കിൽ അതിനിടയിലുള്ള സമയം, ഒരു രോഗാണു ശരീരത്തിൽ കടന്ന് ശരീരം രോഗലക്ഷണം കാണിക്കുന്നത് വരെയുള്ള സമയത്തെ വിളിക്കുന്ന പേരാണ് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഒരു രോഗാണു ശരീരത്തിൽ കടന്ന് ശരീരം രോഗലക്ഷണം കാണിക്കുന്നതുവരെയുള്ള സമയത്തെ വിളിക്കുന്ന പേരാണ് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഒരു രോഗാണു ശരീരത്തിൽ കടന്ന് ശരീരം രോഗലക്ഷണം കാണിക്കുന്നതുവരെയുള്ള സമയത്തെ വിളിക്കുന്ന പേരാണ് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഇവിടെ റോട്ട വൈറസിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് ഒരുപാട് ദിവസമൊന്നുമില്ല. 1 മുതൽ 3 ദിവസത്തിനിടയ്ക്ക് ആ കുട്ടി രോഗബാധിതനാകും എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിൻ്റെ വൈറസ് കയറി 1 മുതൽ 3 ദിവസത്തിനിടയ്ക്ക് അയാൾ എന്തായിട്ട് മാറുന്നു? രോഗബാധിതനായിട്ട് മാറുന്നു എന്നതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഈ കാലയളവിന് ശേഷം കുട്ടിക്ക് അണുബാധയുടെ ലക്ഷണങ്ങൾ പ്രാഥമികമായിട്ടും വയറിളക്കം കഠിനമാകുന്നു, ഛർദി, പനി, വയറുവേദന എന്നിവയൊക്കെ ഉണ്ടാവും. അപ്പോൾ മറക്കട്ടില്ല, അണുബാധയുടെ ലക്ഷണങ്ങൾ നോക്കടാ. പ്രാഥമികമായിട്ടും വയറിളക്കം ഉണ്ടാകുന്നു, അത് കഠിനമാവാൻ സാധ്യതയുണ്ട്. ഛർദി, പനി, വയറുവേദന എന്നിവയൊക്കെ റോട്ട വൈറസിൻ്റെ ലക്ഷണങ്ങളാണെന്ന് മനസ്സിലാക്കണം. അതിനുപയോഗിക്കുന്ന വാക്സിനാണ് റോട്ട വാക്സിൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ റോട്ട പറഞ്ഞു. ഇൻക്യുബേഷൻ പീരീഡ് എന്താണെന്നും പറഞ്ഞു. എന്താണ് ഇൻക്യുബേഷൻ പീരീഡ്? ഒരു രോഗാണു ശരീരത്തിൽ കടന്നതു മുതൽ ആ ശരീരം രോഗലക്ഷണം കാണിക്കുന്നതു വരെയുള്ള സമയത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഈ പൊതുജനാരോഗ്യം എന്ന് പറയുന്ന സാധനം നമുക്കെല്ലാവർക്കും ആവശ്യമുള്ള സാധനമാണ്. ബയോളജിയുടെ സബ്ബായിട്ടാണെങ്കിൽ പോലും ഇപ്പോൾ റെയിൽവേ പരീക്ഷ എഴുതുന്ന ആൾക്കാർക്ക്, SSC പരീക്ഷ എഴുതുന്ന ആൾക്കാർക്ക്, അതുപോലെ ഡിഗ്രിയുടെ സയൻസ് ആൻഡ് ടെക്നോളജിക്കകത്തൊക്കെ വരുന്ന സാധനമാണ്. എല്ലാവർക്കും ആവശ്യമുള്ള കടന്നു വരുന്ന സാധനമാണ്. പൊതുവായിട്ടുള്ള ഐറ്റമാണ്, പഠിച്ചു വെച്ചോ. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് പോളിയോ.
5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നിർബന്ധമായിട്ടും നൽകേണ്ട വാക്സിൻ്റെ പേരാണ് പോളിയോ വാക്സിൻ എന്ന് പറയുന്നത്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നിർബന്ധമായി നമ്മൾ നൽകേണ്ട വാക്സിൻ്റെ പേരാണ് പോളിയോ വാക്സിൻ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ നിന്നും പൂർണ്ണമായും നീക്കം ചെയ്ത 3 രോഗങ്ങളെന്ന് കണക്കാക്കപ്പെടുന്നത് ഏതൊക്കെ എന്ന് ചോദിച്ചാൽ, ഇന്ത്യയിൽ നിന്നും പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്തു എന്ന് പറയപ്പെടുന്ന 3 രോഗങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ വസൂരി, പ്ലേഗ്, പോളിയോ എന്നിവ കാണാറുണ്ട്. പക്ഷേ നമ്മൾ ചില കുറച്ച് ആർട്ടിക്കിളുകൾ അല്ലെങ്കിൽ നമ്മളെ നെറ്റിലും ഒക്കെ ഇൻഫർമേഷൻസ് നോക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം, പ്ലേഗ് പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടു എന്ന് നമ്മൾ പറയുന്നെങ്കിലും ഐക്യരാഷ്ട്രസഭ ഔദ്യോഗികമായിട്ട് അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടില്ല എന്നാണ് വായനയിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കേട്ടോ. വസൂരി തുടച്ചു നീക്കപ്പെട്ടു എന്ന് പറഞ്ഞ വർഷം 1980. പോളിയോ നിർമ്മാർജ്ജനം ഇന്ത്യയിൽ ചെയ്യപ്പെട്ടത് 2014. പ്ലേഗിന് അങ്ങനെ ഒരു സംവിധാനം കാണുന്നില്ല കേട്ടോ. പക്ഷെ ചില ബുക്കുകളിൽ 1994 എന്ന് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു ആധികാരികത ചെക്ക് ചെയ്തപ്പോൾ 1994 ഒരു വലിയൊരു ദുരന്തം ഇന്ത്യയിൽ ഉണ്ടായി. അതിനുശേഷം അത് പതുക്കെ കുറഞ്ഞു. ഇന്ത്യ അതിനെ ഇപ്പോൾ കൺട്രോൾ ചെയ്തു. പക്ഷെ എന്നിരുന്നാൽ പോലും ലോകാരോഗ്യ സംഘടന അങ്ങനെ ഒരു പ്രത്യേക ഒരു ഇത് ഇറക്കിയതായിട്ട് അറിവില്ല. ജസ്റ്റ് ഇങ്ങനെ പഠിച്ചു വെച്ചോ നിങ്ങൾ. ഓക്കെ. അപ്പോൾ വസൂരി ഇന്ത്യയിൽ നിന്നും, പ്ലേഗ്, പോളിയോ എന്നിവ ഇന്ത്യയിൽ, പോളിയോ ഉറപ്പാണ് 2014 പോളിയോ ഇന്ത്യയിൽ നിന്നും തുടച്ചു നീക്കപ്പെട്ടു എന്ന് ഐക്യരാഷ്ട്രം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അത് 2 വർഷം കൃത്യമായിട്ട് പഠിച്ചു വെച്ചോ. വസൂരി 1980, പോളിയോ 2014. പോളിയോയുടെ മറ്റൊരു വാക്കുകൂടി പഠിച്ചു വെച്ചോ, പിള്ളവാതം. പോളിയോ അല്ലെങ്കിൽ പിള്ളവാതം. പോളിയോ അല്ലെങ്കിൽ പിള്ളവാതം തടയുന്ന വാക്സിൻ്റെ പേരാണ് പോളിയോ വാക്സിൻ എന്ന് പറയുന്നത്. പോളിയോ രോഗം ബാധിക്കുന്നത് എവിടെ എന്ന് ചോദിച്ചാൽ നമ്മുടെ നാഡീവ്യവസ്ഥയെയാണ് എന്ത് ബാധിക്കുന്നത്? പോളിയോ എന്ന അസുഖം ബാധിക്കുന്നത്. അപ്പം പോളിയോ ബാധിക്കുന്ന ശരീരഭാഗം ചോദിച്ചാൽ അത് നാഡീവ്യവസ്ഥയാണ് എന്നുള്ളത് ഓർത്തു വച്ചിരിക്കുക. നോക്കടാ, പോളിയോ വാക്സിൻ കണ്ടെത്തിയ വ്യക്തി എന്ന് ചോദിച്ചാൽ അത് ജൊനാസ് ഇ സാൽക്ക് എന്ന് പറയുന്ന വ്യക്തിയാണ്. പോളിയോ വാക്സിൻ കണ്ടെത്തിയ വ്യക്തി ജൊനാസ് ഇ സാൽക്ക്. പിന്നീട് പോളിയോ തുള്ളിമരുന്ന് വാക്സിൻ്റെ രൂപത്തിൽ കണ്ടെത്തിയത് ആൽബർട്ട് സാബിൻ. അതായത് അവിടെ 2 കാര്യം പഠിച്ചു വയ്ക്കണം. ഒന്ന് IPV എന്ന് പറയുന്ന വാക്സിനും രണ്ടാമത്തേത് OPV എന്ന് പറയുന്ന വാക്സിനും. IPV അല്ലെങ്കിൽ ഇൻആക്ടിവേറ്റഡ് പോളിയോ വാക്സിൻ കണ്ടെത്തിയത് ആര് എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ പേരാണ് ജൊനാസ് ഇ സാൽക്ക് എന്ന് പറയുന്നത്. എന്നാൽ ഓറൽ പോളിയോ വാക്സിൻ കണ്ടെത്തിയ വ്യക്തിയുടെ പേരാണ് ആൽബർട്ട് സാബിൻ എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ IPV ആണ് ആദ്യം കണ്ടെത്തിയത്. IPV ഇഞ്ചക്ഷനാണ് ആദ്യം കണ്ടെത്തിയത്. അതിന് ഏകദേശം ഒരു 6 വർഷത്തിന് ശേഷമാണ്, അല്ലെങ്കിൽ 5 മുതൽ 6 വർഷത്തിനിടയ്ക്കാണ് OPV കണ്ടെത്തിയത്. ഇതിൽ ഏതിനാണ് ലോകാരോഗ്യ സംഘടനയുടെ അംഗീകാരമുള്ളത് എന്ന് ചോദിച്ച ഒരു കുഴപ്പം പിടിച്ച ചോദ്യം വന്നാൽ ധൈര്യമായിട്ട് എഴുതിക്കോ, ഇവ രണ്ടും എന്ന ഓപ്ഷൻ ആയിരിക്കണം നിങ്ങൾ എഴുതേണ്ടത്. IPVക്കും OPVക്കും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ പരിപൂർണമായ അംഗീകാരമുണ്ട് എന്നത് മറക്കണ്ട. IPV എന്ന് പറഞ്ഞാൽ ഇൻആക്ടിവേറ്റഡ് പോളിയോ വാക്സിൻ എന്നും OPV എന്ന് പറഞ്ഞാൽ ഓറൽ പോളിയോ വാക്സിൻ എന്നുമാണ്. IPV ഇൻആക്ടിവേറ്റഡ് പോളിയോ വാക്സിനും OPV എന്ന് പറഞ്ഞാൽ ഓറൽ പോളിയോ വാക്സിൻ എന്നുമാണ്. അപ്പോൾ IPV മറക്കരുത്, OPV മറക്കരുത്. സെറ്റാണല്ലോ പിള്ളേരെ. ലോക പോളിയോ ദിനം എന്നാണ് എന്ന് ചോദിച്ചാൽ അത് നമുക്ക് പറയാം ഒക്ടോബർ 24. പഠിച്ചു വെച്ചോ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ലോക പോളിയോ ദിനം എന്നാണ്? ഒക്ടോബർ 24. ലോക പോളിയോ ദിനം എന്നാണ്? ഒക്ടോബർ 24. ഗ്ലോബൽ പോളിയോ നിർമ്മാർജ്ജന സംരംഭം ആരംഭിച്ച വർഷം 1988. GPEI എന്ന് പറയും. ഗ്ലോബൽ പോളിയോ നിർമ്മാർജ്ജന സംരംഭം ആരംഭിച്ച വർഷം 1988. ഗ്ലോബൽ പോളിയോ നിർമ്മാർജ്ജന സംരംഭം ആരംഭിച്ച വർഷം 1988. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലോകത്ത് നിന്നും തുടച്ചു നീക്കപ്പെട്ട ഒരു അസുഖമാണ്, അല്ലെങ്കിൽ ലോകത്ത് നിന്നും പൂർണ്ണമായും തുടച്ചു നീക്കപ്പെട്ട ഒരു അസുഖമാണ് പോളിയോ. ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ എന്ന് ചോദിച്ചാൽ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. നിലവിൽ അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും പോളിയോ നിർമ്മാർജ്ജനം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. ബാക്കി എല്ലാ രാജ്യങ്ങളും പോളിയോ നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടതായി ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ചു. അവസാനം പ്രഖ്യാപിക്കാൻ ഉണ്ടായിരുന്നത് നൈജീരിയ. അതായത് എനിക്ക് തോന്നുന്നു 2023 വരെയും
നൈജീരിയ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ ഈ 3 രാജ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. 2022-23 കാലഘട്ടത്തിൽ നൈജീരിയയെയും പ്രഖ്യാപിച്ചു. ഇനി 2 പേരുണ്ട്, അഫ്ഗാനിസ്ഥാനുമുണ്ട്, പാകിസ്ഥാനുമുണ്ട്. ഈ 2 രാജ്യങ്ങളിലും ഒരു 3 വർഷത്തോളം ഈ പറയുന്ന പോളിയോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എങ്കിൽ ബാക്കിയും കുറേ മാനദണ്ഡങ്ങളൊക്കെ നോക്കിയിട്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അംഗീകാരം കൊടുക്കും. ഇങ്ങനെ ഈ 2 രാജ്യങ്ങളിലും കൂടി പോളിയോ നിർമ്മാർജ്ജനം നടന്നു കഴിഞ്ഞാൽ നമ്മൾ വസൂരി പൂർണ്ണമായും ലോകത്ത് നിന്ന് തുടച്ചു നീക്കപ്പെട്ടു എന്ന് 1980 നമ്മൾ പ്രഖ്യാപിച്ചതുപോലെ ഒരു പ്രഖ്യാപനം വരും. ഇപ്പൊ നിലവിൽ ലോകത്ത് നിന്നും തുടച്ചു നീക്കപ്പെട്ട ഒരു അസുഖമാണ് നമുക്ക് പോളിയോ എന്നൊരിക്കലും പറയാൻ പറ്റില്ല. നമ്മൾ നേരത്തെ പഠിച്ചത് ഇന്ത്യയിൽ നിന്നും തുടച്ചു നീക്കപ്പെട്ടതാണ് പോളിയോ എന്ന് പറഞ്ഞു 2014 എന്ന് നമ്മൾ പറഞ്ഞു, ഓർക്കുന്നുണ്ടോ? ഇന്ത്യയിൽ നിന്നും തുടച്ചു നീക്കപ്പെട്ടു എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഇന്ത്യയിൽ അവസാനമായി പോളിയോ റിപ്പോർട്ട് ചെയ്യപ്പെട്ട വർഷം ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണേ. ലോകത്ത് നിന്നും ഒരു അസുഖം നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടു എന്ന്, അല്ലെങ്കിൽ ഒരു രാജ്യത്ത് നിന്നും ഒരു അസുഖം നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടു എന്നൊരു അനൗൺസ്മെന്റ് വന്നെന്ന് വിചാരിച്ചു. അതായത് ഇപ്പോൾ 2000 ഒറ്റ മിനിറ്റടാ. ഇപ്പൊ നമ്മൾ പോളിയോ 2014 നിർമ്മാർജ്ജനം ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെ 2014 നിർമ്മാർജ്ജനം ചെയ്തു എങ്കിൽ അതിനർത്ഥം അതിനൊരു 3 വർഷം മുമ്പേ ആയിരിക്കണം അവസാനമായി ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക. 3 എന്ന് പറയുന്ന വർഷം എപ്പോഴും മനസ്സിൽ ഓർമ്മ വേണം കേട്ടോ. എല്ലാത്തിനും 3 ഒരു മാനദണ്ഡമാണ്. 1977 ലോകത്തിൽ അവസാനമായി വസൂരി സൊമാലിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെ 78, 79, 80 നമ്മൾ എന്ത് ചെയ്തത്? ഐക്യരാഷ്ട്രസഭ നിർമ്മാർജ്ജനം ചെയ്തു എന്ന് പ്രഖ്യാപിച്ചത്. അതുപോലെ തന്നെയാണ് ഇവിടെയും 2011 പോളിയോ അവസാനമായി ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അതുകൊണ്ടാണ് പോളിയോ നിർമ്മാർജ്ജനം 2014 നോക്കടാ, ഇന്ത്യയിൽ അവസാനമായി വേൾഡ് പോളിയോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 2011 അതുകൊണ്ട് 2014 മാർച്ച് 27 ലോകാരോഗ്യ സംഘടന ഈ രാജ്യത്തെ പോളിയോ വിമുക്തമായി പ്രഖ്യാപിച്ചു. ഇന്ത്യ പോളിയോ വിമുക്ത രാജ്യമായതെന്ന് 2014 മാർച്ച് 27. ഇന്ത്യയിൽ അവസാനമായി പോളിയോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതെന്ന് 2011. പോയിന്റുകൾ ശ്രദ്ധിച്ച് പഠിച്ചു വെച്ചോ. എവിടെയെങ്കിലും നമുക്ക് കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾ വന്നാൽ, സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ വന്നാൽ, നമ്മളെ ഒരുപാട് കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾ വന്നാൽ, നിങ്ങൾ ആ 10th പ്രിലിംസിന്റെ ഇപ്പൊ കഴിഞ്ഞൊരു പ്രിലിമിനറി പരീക്ഷയുടെ 4ാം ഘട്ടം കണ്ട ക്വസ്റ്റ്യൻ പേപ്പറുകൾ, ബയോളജി അല്ല മറ്റു ക്വസ്റ്റ്യൻ പേപ്പറുകളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, അപ്രതീക്ഷിതമായ കുറെ ചോദ്യങ്ങളാ കൊണ്ടിട്ട് നമ്മളെ കുഴപ്പിച്ചു കളഞ്ഞത്. അതുപോലെ കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യങ്ങൾ വന്നാൽ നമുക്ക് എഴുതാൻ പറ്റണം. ഇന്ത്യയിൽ അവസാനം പോളിയോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 2011. അതുകൊണ്ട് തന്നെ 3 വർഷം എന്ന കണക്ക് നിങ്ങൾ മറക്കണ്ട. ഇന്ത്യയിൽ പോളിയോ നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടതായി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അനൗൺസ്മെന്റ് നടത്തണമെങ്കിൽ മസ്റ്റായിട്ട് 3 കൊല്ലം കഴിയണം. അതുകൊണ്ട് 2014 മാർച്ച് 27, മറക്കണ്ട ഡേറ്റ്, 2014 മാർച്ച് 27 ലോക പോളിയോ വിമുക്തമായി പ്രഖ്യാപിച്ചു. ഇന്ന് പോളിയോ വിമുക്തമായി പ്രഖ്യാപിക്കാത്ത 2 രാജ്യങ്ങളേ ഉള്ളൂ. ഒന്ന് അഫ്ഗാനിസ്ഥാനും രണ്ടാമത്തത് പാകിസ്ഥാനും. എനിക്ക് തോന്നുന്നു 2023 സംതിങ് റാവൽപിണ്ടി എന്ന് പറയുന്ന പാകിസ്ഥാനിലെ ഒരു സ്ഥലത്ത് പോളിയോ വീണ്ടും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അതുകൊണ്ടാണ് അതിങ്ങനെ വീണ്ടും എന്ത് ചെയ്തു പോകുന്നത്, നീണ്ടു പോകുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കേട്ടോ. ഈ പോളിയോ നമ്മൾ ഈ വാക്സിനുകൾ കൃത്യമായിട്ട് കൊടുക്കാതിരുന്നാൽ ആണ് ഇങ്ങനത്തെ ചില പ്രശ്നങ്ങൾ എന്ത് ചെയ്യുന്നത്, വന്ന് ചാടുന്നത് കേട്ടോ. ഇനി ഇന്ത്യ 2014 മാർച്ച് 27 പോളിയോ വിമുക്തമായി എങ്കിൽ അവിടെ നമുക്ക് ഒരുപാട് ലോകത്തിന് അല്ലെങ്കിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? ലോകത്തിൽ ഏറ്റവും കൂടുതൽ പോളിയോ ബാധിത കുറേ രാജ്യങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട രാജ്യമായിരുന്നു ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഇന്ത്യ പോളിയോ വിമുക്തമായതിൽ ഒരുപാട് സന്തോഷമുണ്ട്. മനസ്സിലായോ? ലോകത്തിൽ ഏറ്റവും കൂടുതൽ പോളിയോ ബാധിതരുള്ള ആൾക്കാരിൽ ഒരു പ്രധാനപ്പെട്ട രാജ്യമായിരുന്നു ആരുടേത്? നമ്മുടെ രാജ്യം. അതുകൊണ്ടാണ് ഇന്ത്യ പോളിയോ വിമുക്തമായതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ പോയിന്റുകൾ ശ്രദ്ധിച്ചു കൊള്ളണം. ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്ത് കുറച്ച് പോയിന്റുകൾ പറയാം. വർഷങ്ങൾ ഇപ്പം നമ്മൾ വസൂരിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ, വസൂരി ഇന്ത്യയിൽ അവസാനം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 1975.
എന്നാൽ ഐക്യരാഷ്ട്രസഭ ലോകത്തു നിന്നും പുറപ്പെട്ടു എന്ന് പ്രഖ്യാപിച്ചത് 1980. ഇനി നമുക്ക് ഇതേ സാധനം നമുക്ക് പോളിയോയിൽ പറയാൻ പറ്റൂല, കാരണം ലോകത്ത് തുടച്ചു നീക്കിയിട്ടില്ല. അപ്പം അതുകൊണ്ടാണ് നമുക്ക് പറയാം 2011 ഇന്ത്യയിൽ നിന്നും അവസാനം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു, ഇന്ത്യയിൽ നിന്നും തുടച്ചു നീക്കപ്പെട്ടു എന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ സർട്ടിഫിക്കറ്റ് തന്നത് 2014. ഡേറ്റ് കൂടി പഠിച്ചു വെച്ചോ, മാർച്ച് 27. ഈ മാർച്ച് 27 പഠിക്കുമ്പോൾ വേറൊരു ഡേറ്റ് കൂടെ നീ പഠിച്ചു വെക്കണം. ഒക്ടോബർ 24 ലോക പോളിയോ ദിനമാണ് എന്ന പോയിന്റ് കൂടി നമ്മൾ പഠിച്ചു വെക്കണം. ഒക്ടോബർ 24 ലോക പോളിയോ ദിനം, മറക്കണ്ട. ഒക്ടോബർ 24 ലോക പോളിയോ ദിനം എന്നാണ് അറിയപ്പെടുന്നത്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ പോളിയോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പോളിയോ വളരെ സെറ്റായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹിബ് വാക്സിൻ എന്ന് പറയുന്ന ഒരു വാക്സിനെ കുറിച്ചാണ്. ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ടൈപ്പ് ബി എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയുമായി ബന്ധപ്പെട്ടതാണ് ഹിബ് വാക്സിൻ എന്ന് പറയുന്നത്. ഇൻഫ്ലുവൻസയെ തടയാൻ കുട്ടികൾക്ക് നൽകുന്ന വാക്സിൻ്റെ പേരാണ് ഹിബ് വാക്സിൻ എന്ന് പറയുന്നത്. ഇൻഫ്ലുവൻസയെ തടയാൻ കുട്ടികൾക്ക് നൽകുന്ന വാക്സിൻ്റെ പേരാണ് ഇൻഫ്ലുവൻസ വാക്സിൻ എന്ന് പറയുന്നത്. ഹിബിനെ തടയാൻ കുട്ടികൾക്ക് നൽകുന്ന വാക്സിൻ്റെ പേരാണ് ഇൻഫ്ലുവൻസ വാക്സിൻ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു വാക്സിൻ്റെ പേരാണ് പെൻഡാവാലൻ്റ് വാക്സിൻ എന്ന് പറയുന്നത്. പെൻഡാ വാക്സിൻ അല്ലെങ്കിൽ പെൻഡാവാലൻ്റ് വാക്സിൻ എന്ന് പറയുന്നത്. നമ്മൾ ഈ കെമിസ്ട്രിയിലൊക്കെ പഠിക്കുന്ന സമയത്ത് കെമിസ്ട്രിയിൽ മീത് 1, 2, 3 മീത്, ഈത്, നൊണ്ണ്, മണ്ണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കാറില്ലേ? അതിൽ നമ്മൾ 5 പറയുന്ന പേരാണ് പെൻഡാ, പെൻഡഗൺ, പെൻഡാ. അപ്പോൾ പെൻഡാ വാലൻ്റേസ് ഡേറ്റ വാലൻ്റ്, പെൻഡാ വാലൻ്റ് വാക്സിൻ 5 രോഗങ്ങൾക്കെതിരെ കൊടുക്കുന്നതാണ്. ഒന്നാമത്തത് ഡിഫ്തീരിയ, രണ്ടാമത്തത് പെർട്ടുസിസ്, മൂന്നാമത്തത് ടെറ്റനസ്. ഇത് 3നെയും കൂടെ ചേർക്കുമ്പോൾ വാക്സിൻ്റെ പേരാണ് DPT എന്ന് പറയുന്ന വാക്സിൻ. പിന്നെ ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് ബിക്ക് കൊടുക്കുന്ന വാക്സിൻ്റെ പേരാണ് ഹെപ്പ് ബി എന്ന് പറയുന്നത്. ഇൻഫ്ലുവൻസ അല്ലെങ്കിൽ ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ടൈപ്പ് ബി, അതിന് കൊടുക്കുന്ന വാക്സിൻ്റെ പേരാണ് ഹിബ് എന്ന് പറയുന്നത്. അതായത് പെൻഡാവാലൻ്റ് വാക്സിനകത്ത് ഏതൊക്കെ വാക്സിനുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 1 DPT എന്ന വാക്സിനുണ്ട്, 2 ഹെപ്പ് ബി എന്ന വാക്സിനുണ്ട്, 3 ഹിബ് എന്ന വാക്സിനുണ്ട്. ഏതൊക്കെ അസുഖങ്ങൾക്കെതിരെയുള്ള വാക്സിനാണെന്ന് ചോദിച്ചാൽ ഡിഫ്തീരിയ, പെർട്ടുസിസ്, ടെറ്റനസ്, ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ടൈപ്പ് ബി, അതുപോലെ ഹെപ്പറ്റൈറ്റിസ് ബി എന്നിങ്ങനെ പറയാം. അപ്പോൾ പെൻഡാവാലൻ്റ് വാക്സിനിൽ ഡിഫ്തീരിയ, പെർട്ടുസിസ്, ടെറ്റനസ്, ഹെപ്പറ്റൈറ്റിസ് ബി, ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ടൈപ്പ് ബി എന്നിങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളെ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ എന്നിവയെ ഒഴിവാക്കാനുള്ളതാണ്. എന്നാൽ പെൻഡാവാലൻ്റ് വാക്സിനകത്തുള്ള പ്രധാനപ്പെട്ട 3 വാക്സിനുകൾ ഏതൊക്കെ? 1 DPT, രണ്ടാമത്തേത് ഹെപ്പ് ബി, മൂന്നാമത്തേത് ഹിബ്. DPT, ഹെപ്പ് ബി, ഹിബ് എന്നിങ്ങനെ 3 വാക്സിനുകളാണ് പെൻഡാവാലൻ്റ് വാക്സിനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പെൻഡാവാലൻ്റ് വാക്സിനകത്ത് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ DPT ഉണ്ട്, ഹെപ്പ് ബി ഉണ്ട്, ഹിബ് ഉണ്ട് എന്ന് മനസ്സിലാക്കണം. ക്ലിയർ ആണല്ലോടാ? ഏതൊക്കെ അസുഖങ്ങൾക്കാണ്? അത് ഡിഫ്തീരിയ, പെർട്ടുസിസ്, ടെറ്റനസ്, ഹെപ്പറ്റൈറ്റിസ് ബി, ഇൻഫ്ലുവൻസ. എടാ, ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ടൈപ്പ് ബി എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയ, അത് നമ്മൾ ഹിബ് എന്ന് പറയൂലേ. ഈ ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ടൈപ്പ് ബി എന്ന രോഗാണു കാരണം ഉണ്ടാകാൻ സാധ്യതയുള്ള അസുഖങ്ങൾ ചോദിച്ചാൽ ഒന്നാമത്തത് മെനിഞ്ചൈറ്റിസ് എന്ന് വിളിക്കാം, രണ്ടാമത്തത് ന്യൂമോണിയ വിളിക്കാം, മൂന്നാമത് ഹെപ്പിഗ്ലോട്ടിറ്റിസ് എന്ന് വിളിക്കാം, നാലാമത് ബാക്ടീറിമിയ എന്ന് വിളിക്കാം, അഞ്ചാമത്തത് സെപ്റ്റിക് ആർത്രൈറ്റിസ് എന്ന് വിളിക്കാം. അപ്പോൾ ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ടൈപ്പ് ബി എന്ന രോഗാണു കാരണം 5 അസുഖങ്ങൾക്കുള്ള സാധ്യത ഉണ്ട്. അതിൽ 2 വളരെ അപകടകാരിയാണ്. ഒന്നാമത്തത് മെനിഞ്ചൈറ്റിസ്, രണ്ടാമത്തത് ന്യൂമോണിയ, മൂന്നാമത്തത് എപ്പിഗ്ലോട്ടിറ്റിസ്. എപ്പിഗ്ലോട്ടിസിനെ ബാധിക്കുന്ന അസുഖമായതുകൊണ്ടാണ് അതിന് ആ താരതമ്യ പേര് വന്നത്. നാലാമത്തത് ബാക്ടീറീമിയ, ഇതൊരു രക്താണുബാധയാണ് ഈ ബാക്ടീറീമിയ എന്ന് പറയുന്നത്. അഞ്ചാമത്തത് സെപ്റ്റിക് ആർത്രൈറ്റിസ് എന്ന് വിളിക്കാം. ആർത്രൈറ്റിസ് സന്ധിയിലുണ്ടാകുന്ന അണുബാധ. ഇങ്ങനെ
ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ടൈപ്പ് ബി എന്ന രോഗാണു കാരണം 5 അസുഖങ്ങൾ ആ കുഞ്ഞിനുണ്ടാകാം. ഒന്നുകിൽ മെനിഞ്ചൈറ്റിസ് ഉണ്ടാകാം. മെനിഞ്ചൈറ്റിസ് വന്നാൽ ആ കുട്ടി മരണത്തിന് കീഴടങ്ങാൻ സാധ്യത ഉണ്ട്. 2 ന്യൂമോണിയ ഉണ്ടാകാം. ന്യൂമോണിയ വന്നാലും ആ കുട്ടികൾ മരണത്തിന് കീഴടങ്ങാൻ സാധ്യത ഉണ്ട്. പിന്നെ എപ്പിഗ്ലോട്ടിസ് ഉണ്ടാവാം, അപ്പോൾ ശ്വാസ തടസ്സത്തിന് സാധ്യത ഉണ്ട്. അതുപോലെ ബാക്ടീറിമിയ ഉണ്ടാകാം, അതൊരു അണുബാധയാണ്. അതുപോലെ സെപ്റ്റിക് ആർത്രൈറ്റിസ് ഉണ്ടാവാം. ഇതിനകത്ത് അപകടം ഞാൻ പറഞ്ഞു, മെനിഞ്ചൈറ്റിസും ന്യൂമോണിയയുമാണ്. അപ്പോൾ ഈ പറയുന്ന ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ടൈപ്പ് ബി കുട്ടികളിൽ വരാതിരിക്കാൻ ഹിബ് എന്ന വാക്സിൻ ഒന്നുകിൽ നമ്മൾ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ പെൻഡാവാലന്റ് വാക്സിൻ അകത്ത് ഹിബിനെ ഉൾപ്പെടുത്തി ഒരുമിച്ച് നമ്മുടെ ശരീരത്തിലേക്ക് അല്ലെങ്കിൽ കുട്ടികളുടെ ശരീരത്തിലേക്ക് എത്തിച്ച് അവരെ ഈ അസുഖത്തിൽ നിന്നും മാറ്റാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നു. ക്ലിയർ ആണല്ലോ? അപ്പോൾ രാവിലെ 5 AM ക്ലബ്ബിൽ ഒരുപാട് സമയമെടുത്ത് ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഓക്കെ, ഈ ക്ലാസ് സെക്ഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അത് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പഠിച്ച് പോകാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ ക്ലാസ് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ നല്ല കമൻറ്റുകൾ വരട്ടെ കമൻറ്റ് ബോക്സിൽ. എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ ആ നിർദ്ദേശങ്ങൾ നിങ്ങളുടെ കമൻറ്റ് ബോക്സിലിടാം. ഓക്കെ, അപ്പോഴേ നമുക്ക് അതനുസരിച്ച് 5 AM ക്ലബ്ബിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിലോ 5 AM ക്ലബ്ബിനെ കുറിച്ചുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലോ 5 AM ക്ലബ്ബുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്താണ് പോസിറ്റീവായിട്ട് തോന്നണമെന്നോ, അല്ലെങ്കിൽ ഈ 5 AM ക്ലബ്ബ് ഇത്രയും ദിവസം ഞങ്ങൾ ഏകദേശം 50ൻ്റെ മേലെ ദിവസങ്ങളായിട്ടുണ്ട്, ഈ 50 ദിവസം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ 5 AM ക്ലബ്ബ് ഏതെങ്കിലും രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഓപ്പണായിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. അത് കാണുമ്പോൾ നമുക്കും സന്തോഷം ഉണ്ടാവും, കാണുന്ന മറ്റു കുട്ടികൾക്കും അതൊരു ഇൻസ്പിറേഷൻ ആവട്ടെ. അപ്പോൾ മറ്റൊരു സെക്ഷനിൽ വീണ്ടും കാണുന്നവരേക്കും ബൈ.